ഈ റോഡിലൂടെ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കറിയാം 4 വർഷത്തോളമായി ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും മുഴുവനായിട്ടില്ല. വീതി കൂടിയോന്ന് ചോദിച്ചാൽ വീതി കൂടിയിട്ടില്ല. പിന്നെ എന്ത് വികസനമാണ് ഈ റോഡ് ഇങ്ങനെ ചെയ്തുകൊണ്ട്, അതായത് കോൺക്രീറ്റ് റോഡ് ആക്കിയോണ്ട് ഉണ്ടായതെന്ന് എനിക്കും മനസ്സിലാവണില്ല. വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഉരുൾപൊട്ടലും കാര്യങ്ങളും ഉണ്ടായിട്ട് റോഡ് ഒലിച്ചു പോകുന്ന സാഹചര്യം ഈ റൂട്ടിലില്ല. ഇത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടാണ്. തൃശ്ശൂർ ഷൊർണൂർ സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ്. ഞാൻ മാത്രമല്ല, പലരും ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും, ഈ കോൺക്രീറ്റ് റോഡിന് നല്ല എക്സ്പെൻസാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ നേരം റബ്ബറൈസർ റോഡ് സ്ഥലം ഏറ്റെടുത്ത് വീതി കൂട്ടി 4 വരിയായിട്ട് റബ്ബറൈസർ റോഡായിട്ട് പണിയായിരുന്നില്ലേ. ഇനി 4 വരിയാക്കാൻ പറ്റിയില്ലെങ്കിലും വീതി അത്യാവശ്യം കൂട്ടിക്കൂടെ? കാരണം ബസ്സുകാർക്കൊന്നും കറക്റ്റ് ടൈമിൽ ഓടാൻ പറ്റാണ്ട് എപ്പോഴും പ്രശ്നങ്ങളാണ് ഈ റൂട്ടിൽ. നിങ്ങളും കണ്ടിട്ടുണ്ടാകും കുറേ തവണ ഇവിടെ ബസ് ആക്സിഡൻ്റ് ആവണതും ബസ് തടയലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് കറക്റ്റ് ടൈമിൽ ഓടാൻ പറ്റാത്തതിൻ്റെയാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്. അതൊക്കെ ഈ റോഡ് പണി കാരണമാണ്. ഈ റോഡ് പണി കാരണം കുറേ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും പറയണമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ടാറ്റ ബൈ ബൈ.